ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അയാൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്, അതാണ് ഇന്നത്തെ വ്ളോഗ്. സോ രാവിലെ തന്നെ ഓരോ പ്രിപ്പറേഷൻസും കാര്യങ്ങളും തുടങ്ങി. ഒരു ചെറിയ കുഞ്ഞി ബർത്ത്ഡേ ബാഷ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിപ്പോൾ കാണുന്നത് അവിടെ ഡാഡി മമ്മി ടോഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഞങ്ങളിപ്പോൾ ചെന്നൈയിലാണ്. സോ ഇവിടെ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ രാവിലെ ആശാൻ ഞങ്ങളുടെ ഒപ്പം അമ്പലത്തിലും ചേർച്ചിലും ഒക്കെ പോയി തൊഴുതിട്ട് വന്നിട്ട് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണു. അമ്മയാണ് ഓപ്പൺ ചെയ്യുന്ന ഗിഫ്റ്റ്. അപ്പോൾ മോൻ്റെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അമ്മയും അച്ഛനും മേടിച്ചു കൊടുത്തതാണ്. ആൻഡ് അവൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റും ഡാഡി മമ്മിയുടെ അടുത്തുനിന്ന് കിട്ടി. അങ്ങനെ രാവിലെ ഞങ്ങൾ ഒരു ഈവനിങ് ബാഷിന് വേണ്ടിയിട്ട് റെഡിയായി തുടങ്ങുകയാണ് രാവിലെ തന്നെ. സോ അവൻ ബിസിയായിട്ട് ഈ ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ പ്രീവിയസ് നൈറ്റ് തൊട്ട് തന്നെ ആക്ച്വലി ചെറിയ രീതിയിൽ ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ തീരില്ല എന്ന് വെച്ചിട്ട്. കാരണം ഒത്തിരി ലേറ്റ് ആയിട്ടല്ലായിരുന്നു നമ്മൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പ്ലാൻ ചെയ്ത്. ഒരു 5 to 7 ആ സമയത്തായിരുന്നു ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. സോ ഈവനിങ് 5 to 7. സോ രാവിലെ ഞങ്ങൾ പെട്ടെന്ന് അമ്പലത്തിലുമൊക്കെ പോയി വന്ന് എല്ലാം സെറ്റ് ചെയ്ത് വൈകുന്നേരം അവൻ്റെ കുട്ടി ഫ്രണ്ട്സൊക്കെ എത്തി. അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് നമ്മൾ വിളിച്ചില്ല, ജസ്റ്റ് കുട്ടികൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഈവനിങ് ബാഷായിരുന്നു അത്. സോ ഇതാണ് ബർത്ത്ഡേ ഡെക്കോർ, അയാൻ കുട്ടിക്കുള്ള ബർത്ത്ഡേ ഡെക്കോർ. ആൻഡ് ആ കേക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഇൻഫിനിറ്റിയാണ് അതിൻ്റെ ആ റോഡ് പോലെ കാണുന്നത്. ഇറ്റ് ലുക്ക് ലൈക്ക് ഇൻഫിനിറ്റി. ആൻഡ് അയാൻ റേസിംഗ് ക്ലബ് അക്കാഡമി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു ഈ കേക്ക് ഉണ്ടാക്കിയതൊക്കെ. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ഈ കാണുന്നത്, ഗൗസ് എന്നാണ് പേര്. ആൻഡ് അവൻ്റെ വൈഫ് ഇസ് എ ഹോം ബേക്കർ. ആൻഡ് ഒത്തിരി നല്ല യമ്മി കേക്ക്സ് ചെയ്യുന്നുണ്ട്. സഫിത്ത എന്നാണ് പേര്. സോ അവർ രണ്ടുപേരും കൂടിയാണ് കേക്ക് റെഡിയാക്കിയത്. ആൻഡ് ചെറിയ പോപ്സിക്കിൾസ് പോലത്തെ ഒരു ഇതും വെച്ചിരുന്നു. കാരണം അയാന് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. സോ ഫുൾ ബർത്ത്ഡേ തീം വെഹിക്കിൾസ് ബേസ്ഡ് ആയിരുന്നു. സോ എവറിത്തിങ് വാസ് വെഹിക്കിൾസ്. അതുകൊണ്ടാണ് കേക്കും റോഡ് പോലെയൊക്കെ ആക്കി അങ്ങനെയൊക്കെ ചെയ്തത്. ആൻഡ് അത് സഫിത്തയുടെ മോളാണ്, അതാണ് സഫിത്ത. ആൻഡ് അത് നമ്മുടെ നെയ്ബേഴ്സാണ്, അങ്കിളും ആൻറ്റിയും. സോ എല്ലാവരും വന്നു, ഓരോ സമയത്താണ് വന്നത്. അന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഓരോ സമയത്തൊക്കെ എത്താൻ പറ്റിയിരുന്നുള്ളൂ. കാരണം അവർക്കും വേറെ വേറെ ഈവൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഓരോ സമയത്തൊക്കെ ആയിട്ട് വലിയവർ വന്ന് അവനെ ബ്ലെസ് ചെയ്തിട്ട് പോയി. ആൻഡ് കുട്ടികൾ ദേ ഓൾ കെയിം ഇൻ ദ ഈവനിങ്. ആൻഡ് നന്നായിട്ട് കളിച്ച് ബഹളം വെച്ച് നല്ല രസമായിരുന്നു. ഇത് ഞങ്ങളുടെ പൂജാമുറിയാട്ടോ. സോ എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ പൂജാമുറിയിൽ. ആൻഡ് ഏത് ഫങ്ഷൻ തുടങ്ങുന്നതിന് മുമ്പും ബ്ലെസ്സിങ്സ് ഇല്ലാതെ തുടങ്ങാൻ പറ്റില്ല. സോ അത് തന്നെയാണ് ചെയ്തത്. ആൻഡ് ഇത് ഒരുക്കിയിരിക്കുന്നത് അയാൻ്റെ എൻട്രിക്ക് വേണ്ടിയാണ്. സോ ഞാനും സഫിയും മോളും ഒക്കെ ആയിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. അയാൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, അവന് കുറച്ച് കംഫർട്ടബിൾ ആവണം, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു സ്പെഷ്യലായിട്ട് നല്ല കളർഫുൾ ആയിട്ട് വേണം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വെഹിക്കിൾ തീമൊക്കെ ആണല്ലോ, സോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഒരു ഈ ഡംഗ്രീസ് പാറ്റേണിൽ എടുത്തത്. ആൻഡ് അമ്മയും ഗൗസും കുറേ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 years കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സോ ഇപ്പോൾ ഞങ്ങൾ ചെന്നൈയിലുണ്ട്. ആൻഡ് ചെന്നൈ കേരള അങ്ങനെ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനും ടോഷേട്ടനും ട്രാവലും ഒക്കെ ഉണ്ട്. ഇത് മേരിയക്ക ഞങ്ങളുടെ ഓൾ ഇൻ ഓൾ ആണ്. മേരിയക്കയുടെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പാവും മേരിയക്കയുടെ കുട്ടികളാണ് ഇവരെല്ലാവരും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ ബാക്ക് ബോൺ. കാരണം കിച്ചണിൽ പാവം ഫുൾ അപ്പ അവരെല്ലാം ഹെൽപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് സ്നാക്സും എല്ലാം റെഡിയാക്കി ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രീ ഓർഡർ ചെയ്തിരുന്നു. ആൻഡ് അമ്മ ആക്ച്വലി ഈ ബോണ്ടാക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച, പക്ഷേ ഐ ഡിഡ്ന്റ് വോണ്ട് ഹർ ടു സ്ട്രെയിൻ ടു മച്ച്. കാരണം ഈവനിങ് പിന്നെ ടയേർഡായിരിക്കും പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം പുറത്തുനിന്ന് തന്നെ ഓർഡർ ചെയ്തത്. സോ അമ്മയും ഞാനും കുറേ ലോജിസ്റ്റിക്കൽ കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ദാറ്റ് ഈസ് അയാൻസ് കേക്ക്. നല്ല ലൈവായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ ഇങ്ങനെ നെറ്റിലും പിന്നിൻട്രസ്റ്റിലും ഒക്കെ നോക്കിയിട്ട് അവൾക്ക് കൊടുത്തതാണ്. ബാക്കി ഫുള്ളും
സഫീം ഗൗസും കൂടെ ഡിസൈഡ് ചെയ്തതാണ്. ഇറ്റ് വാസ് വണ്ടർഫുൾ. യമ്മി കേക്ക്സ് ആയിരുന്നു രണ്ടും. വേറെ വേറെ ഫ്ലേവേഴ്സ് ആയിരുന്നു. വൺ വാസ് സ്ട്രോബെറി ആൻഡ് ദ അതർ വൺ വാസ് ചോക്ലേറ്റ്. സോ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്. സോ ഒന്ന് ചോക്ലേറ്റ് ചെയ്തു. ആൻഡ് പിക്ചേഴ്സ് ഞാൻ ഇങ്ങനെ സ്ലൈഡ് ഷോ പോലെ ആക്കി ഞാൻ ടി വിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രം ദ ടൈം ഹി വാസ് ബോൺ ടു ദ ലേറ്റസ്റ്റ്. സോ സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പിക്ചർ ഞാനും മോനും ടോഷേട്ടനും കൂടെ എടുത്തത്. സോ അങ്ങനെ. ആൻഡ് ഡാഡി മമ്മി അവരുടെ വിഷസ് അവിടെ നിന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ദ ഈവനിങ് സ്റ്റാർട്ടഡ് ഓഫ് വെൽ. സോ ദാറ്റ് വാസ് അയാൻസ് എൻട്രി. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. അവൻ ഫുൾ ആറ്റിറ്റ്യൂഡിലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ് ടു സീ ഹിം. കുറച്ച് സിനിമ ഫീൽഡിലുള്ള ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഉമ റിയാസ് ഖാൻ. ആ പിങ്ക് ടീഷർട്ട് ഇസ് ഉമ റിയാസ് ഖാൻ. റിയാസ് ഖാൻ അറിയാലോ, റിയാസ് ചേട്ടൻ്റെ വൈഫാണ്. വി വർ വർക്കിംഗ് ടുഗെദർ ഇൻ എ സീരിയൽ ഹിയർ. സോ അങ്ങനെ ഉമാക്ക വന്നിരുന്നു. ഉമാക്ക ലവ്സ് അയാൻ. സോ ആൻഡ് ദെൻ ഞങ്ങളുടെ നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ വിദാർത്ത്, ആക്ടർ വിദാർത്തിൻ്റെ വൈഫും മോളും വന്നിട്ടുണ്ടായിരുന്നു. മോളുണ്ട് എൻ്റെ കൂടെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ. സോ അങ്ങനെ ഒരു നല്ലൊരു ഫൺ ഈവനിങ് ആയിരുന്നു. ജസ്റ്റ് ക്ലോസ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. ആൻഡ് ബേസിക്കലി കുട്ടികളുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെ കൊച്ചു കുട്ടികളുള്ള ഫ്രണ്ട്സ് അങ്ങനെ മാത്രം വിളിച്ച് ചെയ്തതാണ്. ഞാൻ ചെന്നൈയിൽ അച്ഛൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. സോ ഫസ്റ്റ് ബർത്ത്ഡേ അവിടെ എറണാകുളത്തും കുന്നംകുളത്തുമായിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. സോ സെക്കൻഡ് ബർത്ത്ഡേ ഇവിടെ ആയിരുന്നു. നാട്ടിലേക്ക് വരാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് അത് നടന്നില്ല. സോ ഇവിടെ വെച്ച് ഒരു കുഞ്ഞ് ബർത്ത്ഡേ ബാഷ് ചെയ്തു. ആൻഡ് വീഡിയോ കോൾ ചെയ്യാണ് വലിയേട്ടനും വൈഫും പിന്നെ ചേച്ചി പിന്നെ സിസ്റ്റർ ഇൻ ലോ ടിഷ, അങ്ങനെ എല്ലാവരും ആയിട്ട് ഡാഡി മമ്മിയൊക്കെ ആയിട്ട് ഒരു വീഡിയോ കോളൊക്കെ ചെയ്ത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ദാറ്റ്സ് എ നെയ്ബർ അശ്വിനി. പിന്നെ ഗ്രീൻ കളർ സാരി, ഷീസ് വിത്ത് ദാറ്റ്സ് വൈഫ് ഗായത്രി. സോ അങ്ങനെ ഓഫ് കോഴ്സ് ഞങ്ങൾ കുറച്ച് അവിടുത്തെ ഫ്രണ്ട്സിനെ മിസ് ചെയ്തു ഇവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക്. പക്ഷേ ദിസ് വാസ് എ ന്യൂ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഫോർ ഹിം ഓൾസോ. സോ എവറിത്തിങ് വെൻ സോ വെൽ. നല്ല ഫണ്ണായിരുന്നു. വിത്ത് എ വെരി സ്മോൾ ഗ്രൂപ്പ് ബട്ട് ടോട്ടൽ ഫൺ. അച്ചു അങ്ങനെ ഫസ്റ്റ് ടൈം ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഇതുവരെ അവന് 2 years ആയി. സോ ഇതുവരെ ഞങ്ങൾ അങ്ങനെ ചോക്ലേറ്റോ ബിസ്ക്കറ്റ്സ് അങ്ങനെ ഒത്തിരി കൊടുത്തിട്ടൊന്നുമില്ല. ബട്ട് ഇത് ഫസ്റ്റ് ടൈം ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്തു. എനിക്ക് കോമ്പറ്റീഷൻ ആവും തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്. ഐ ഡൈ ഫോർ ചോക്ലേറ്റ്. പക്ഷേ അയാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് എനിക്കൊരു കോമ്പറ്റീറ്ററിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടം വിടുന്നുണ്ട്, പക്ഷെ അങ്ങനെ ചോദിക്കുന്നില്ല. സോ ഐ തിങ്ക് ഹീ ഈസ് ക്വൈറ്റ് ഓക്കെ വിത്ത് ദാറ്റ്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വി മേക്കിംഗ് മെമ്മറീസ് ഹിയർ. കുറേ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്തു. ആൻഡ് ദിസ് വിൽ ഡെഫിനറ്റ്ലി ബി ഇൻ അവർ മെമ്മറീസ്. എത്ര വലുതായാലും അച്ഛനെ കാണാം. ഈ വ്ളോഗൊക്കെ കാണുമ്പോഴും ഹി വിൽ നോ ഹു ഓൾ കെയിം. ഇത് രാഹുൽ അണ്ണാവിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പോൾ. മേരിയക്കാട് മോനും അവർ രണ്ടും മക്കളാണ്, ഗേൾസാണ്, ഡോട്ടേഴ്സാണ്. സോ അങ്ങനെ ടോഷേട്ടൻ്റെ കയ്യിൽ ചാടിയിട്ടുണ്ട്. കുറേ നേരമായിട്ട് ഞാൻ എടുത്തുകൊണ്ട് നടക്കപ്പം ദാറ്റ് വാസ് ദ പോപ്സിക്കിൾ ഐ ടോൾഡ് യു. ഈ ട്രാഫിക് സിഗ്നൽ പോലത്തെ ഇതായിരുന്നു ഞാൻ ചെയ്യാൻ പറഞ്ഞിരുന്നത്. ബിക്കോസ് വെഹിക്കിൾസ് തീം ആയതുകൊണ്ട് അതൊരു ട്രാഫിക് സിഗ്നൽ എന്ന രീതിയിൽ ചെയ്യാൻ ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ആൻഡ് ഇറ്റ് കെയിം ഔട്ട് റിയലി വെൽ. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദ ബർത്ത്ഡേ ഡെക്കർ ഓൾസോ. നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റി. ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. വി ഡിഡ്ന്റ് ഹാവ് എനിവൺ ഫ്രം ഔട്ട്സൈഡ് ആൻഡ് ഓൾ. ഞങ്ങൾ തന്നെ ചെയ്തു. അത് ഫ്രം സ്ക്രാച്ച് എല്ലാം ചെയ്തപ്പോൾ നല്ല രസമായിരുന്നു. കുട്ടികളും ഒക്കെ കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ ബലൂണൊക്കെ ഊതി നല്ല രസമായിരുന്നു. ആഫ്റ്റർനൂണിനകം ഫുൾ ഡെക്കറേഷനൊക്കെ ചെയ്തു. സോ ദീസ് ആർ ദ പ്രിറ്റി ആൻഡ് ഡെലീഷ്യസ് പോപ്സ്. അച്ചു അവിടെ അതിൻ്റെ കാർ അതൊക്കെ പീസ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഹി ലവ്ഡ് ഇറ്റ്. ഹി ടോട്ടലി ലവ്ഡ് ദ ഈവനിങ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. Thank you. Happy birthday.
தேங்க் யூ. I love my Murka bhaji. முடுக்கா பஜ்ஜியோட டிரான்ஸ்லேஷனும் கொஞ்சம் கீழே போட்டுடலாம், சப்டைட்டில்ஸ். தேங்க் யூ ஃபார் கமிங். Always. I love you. லவ் யூ டூ. Umaka has her own YouTube channel, ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ്. ആൻഡ് ഷീ ഡസ് എ ലോട്ട് ഓഫ് വീഡിയോസ്. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. രത്തി ഈസ് മോർ ലൈക്ക് എ സിസ്റ്റർ ടു മീ. സോ രത്തി ഉണ്ട്. അതൊക്കെ അവരുടെ പഴയ പിക്ചേഴ്സാണ്, പഴയ അല്ല, ഇയർ ഓൾഡ് പിക്ചേഴ്സ്. സോ അച്ചുവിൻ്റെ ബർത്ത്ഡേ വെൻറ്റ് ഓൺ വെരി വെൽ. ആൻഡ് ഇനി കുറച്ച് ഞാൻ ഇവിടെ ആയതുകൊണ്ട്, ചെന്നൈയിലായതുകൊണ്ട് ഞാൻ കുറച്ച് തമിഴ് വ്ളോഗ്സും ചെയ്യുന്നുണ്ട്. സോ ഐ വിൽ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ് വൺ ബൈ വൺ. കുറച്ച് ലേറ്റായി ഈ വ്ളോഗ് ചെയ്താൻ, ബട്ട് സ്റ്റിൽ യുനോ ഐ തോട്ട് ഐ പോസ്റ്റ് ഇറ്റ്. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വി വർ സോ ഹെൽഡ് അപ്പ്. But I'm putting this up so that you can see our home in Chennai and അച്ചുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേഷനും നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. സോ ദാറ്റ് ഈസ് രത്തി. ദാറ്റ്സ് മൈ സിസ്റ്റർ, മൈ രത്തി. എന്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെങ്കിലും നമുക്ക് മമ്മു കഴിക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ മമ്മു കഴിച്ച് അവിടെ മൊത്തം നടന്നുണ്ട്. ആള് ഫുൾ ജഗ പുകയായിരുന്നു അന്ന്. അച്ചു പിടികിട്ടാ പുള്ളിയായിരുന്നു. ഫുൾ അവിടെ മൊത്തം ഓടിക്കൊണ്ടിരുന്നു. സോ മമ്മു ഒക്കെ കൊടുത്ത് ആശാൻ ഹാപ്പി ആയിട്ട് കളിച്ചു. അവിടെ മൊത്തം ബഹളമൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ നല്ലൊരു ദിവസം സ്പെൻഡ് ചെയ്തു. How do you like my dress? എനിക്ക് സിമ്പിളായിട്ട് മതി തോന്നി. ഓവർ ഡ്രസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് വേണ്ടാന്ന് തോന്നി. ബിക്കോസ് ഇറ്റ് വാസ് എ വെരി ക്ലോസ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. സോ ടോഷിയുടെ നല്ല ക്രിസ്പി വൈറ്റ് ഷർട്ട് ഇട്ടു. അമ്മയും നല്ലൊരു സാരി എടുത്തു. അച്ഛന് നല്ല ക്ലാസി ആയിട്ടൊരു ഷർട്ടൊക്കെ ഇട്ട് ഞങ്ങൾ മൊത്തം സിമ്പിളായിട്ട് നല്ല രസമായിട്ട് റെഡിയായി. ടോഷിയേട്ടൻ്റെ പാട്ടില്ലാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷം. അതാണ് ടോഷിയേട്ടൻ്റെ പാട്ട്. തമിഴ് പാട്ടൊക്കെ പാടി എല്ലാവരെയും മയക്കി അടിച്ചു പൊളിച്ചു വന്ന്. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്ങാണ് അതൊക്കെ പാടി. സ്നാക്സ് നല്ല ഡെലിഷ്യസ് ആയിരുന്നു. ഇറ്റ് വാസ് യമ്മി. ചെറിയ ബൈറ്റ്സ്, കുഞ്ഞു ക്വിക്ക് ബൈറ്റ്സ് പോലെയായിരുന്നു. ബട്ട് ഇറ്റ് വാസ് യമ്മി. അടുത്ത സ്റ്റാൻസ ട്യൂൺ എങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോയത് കേട്ടോ. ഞങ്ങളങ്ങനെയൊക്കെ ഒരു പരിപാടികളൊക്കെ നടത്തും. ഇത് റിഹേഴ്സലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ടോഷേട്ടൻ ഇംപ്രോംപ്റ്റു സിംഗിങ് ആയിരുന്നു. അത് സ്പെഷ്യൽ ഡാൻസ് സ്റ്റെപ്പായിരുന്നു. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അച്ചു പഠിച്ചു വെച്ച ഡാൻസ് സ്റ്റെപ്പായിരുന്നു കേട്ടോ. ഐ തിങ്ക് എവ്രിബഡി ഫെൽറ്റ് ഹോം. ഭയങ്കര ഒരു ക്ലോസ് നെറ്റ് ഒരു ഈവനിങ് ആയിരുന്നു. നല്ല ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിരുന്നു. സോ ഇറ്റ് ഈസ് എ സ്മോൾ യെറ്റ് ഫൺ ഈവനിങ്. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. മോന് പുതിയ സെറ്റ് ഓഫ് ഫ്രണ്ട്സാണ്, പുതിയ അക്കാസ് ആൻഡ് അണ്ണാസ്.
ആയിരുന്നു. സോ അത് ദാറ്റ് വാസ് ഡെഫിനറ്റ്ലി സ്പെഷ്യൽ. സോ അങ്ങനെ ഒരു നല്ലൊരു ഈവനിങ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അച്ചു വാസ് മോർ ദൻ ഹാപ്പി ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ഈവനിങ്. അങ്ങനെ ടോഷത്തിന് അടിപൊളിയായിട്ട് പാടി ഞങ്ങളും ഫുൾ എൻജോയ് ചെയ്ത് we had a great time and thanks for watching. നല്ല കുറേ വീഡിയോസ് ഞാൻ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് ടൈം കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ടും ഒക്കെയാണ് പലപ്പോഴും എനിക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റാത്തത്. ബട്ട് ഐ എം ട്രൈങ് ടു ബി കൺസിസ്റ്റൻറ്റ്. ഞാൻ ചെന്നൈയിൽ നിന്നും കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ കീപ് സപ്പോർട്ടിങ്. വി ലവ് യു ഓൾ. താങ്ക് യു. ബൈ.